ഹലോ ഫ്രണ്ട്സ്, എഡ്യൂസ് ആപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. 2019 ഡിസംബറിൽ 4ാം സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ് സബ്ജക്റ്റിൻ്റെ പാർട്ട് സി ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പാർട്ട് സിയിൽ ടോട്ടലായിട്ട് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6 ക്വസ്റ്റ്യന് 10 മാർക്ക് വെച്ചിട്ടാണ്. അതിനകത്ത് ഓപ്ഷൻ തന്നിട്ടുണ്ട് 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാവും. നമുക്ക് ടോട്ടൽ 40 മാർക്സ് പാർട്ട് സിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പാർട്ട് സിയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് 5ാമത്തെ 6ാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. അത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരിഫൈ ദാറ്റ് ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എ എക്സ് വൈ ഈസ് എ സെയിൻ വാലൻസ് വാർപ്പിംഗ് ഫംഗ്ഷൻ വെയർ എ ഈസ് എ കോൺസ്റ്റന്റ്. ഫൈൻഡ് ദി ജനറൽ എക്സ്പ്രഷൻ ഫോർ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് എ പോയിന്റ് ഓൺ ദി ബൗണ്ടറി കർവ് ഓഫ് ദ ബാർ വിത്ത് ദിസ് വാർപ്പിംഗ് ഫംഗ്ഷൻ. ഫൈൻഡ് ഔട്ട് ഷേപ്പ് ഓഫ് ദി ക്രോസ് സെക്ഷൻ ആൻഡ് ജെ ഇൻ്റഗ്രൽ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സെയിൻവാൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കൂടെ ബൗണ്ടറി കണ്ടീഷൻ ഡിഫൈൻ ചെയ്യാനും ജെ ഇൻ്റഗ്രലും ഷേപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അബൌട്ട് സെൻറ്റർ ഓഫ് ടെസ്റ്റ്. സെൻറ്റർ ഓഫ് ടെസ്റ്റിനെ കുറിച്ച് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി ഗവേണിംഗ് ഇക്വേഷൻ ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഫോർ ടോർഷൻ ഓഫ് നോൺ സർക്കുലർ ക്രോസ് സെക്ഷൻ ഇൻ ടേംസ് ഓഫ് പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, 8 മാർക്ക്. വാട്ട് ഈസ് ടോർഷണൽ റിജിഡിറ്റി, 2 മാർക്ക്. ഇതും സ്ഥിരമായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അലുമിനിയം ഓഫ് ജി ഈസ് ഈക്വൽ ടു 27 GPa. ഹോളോ തിൻ വാൾഡ് ടോർഷൻ മെമ്പർ ഹാസ് ഡയമെൻഷൻസ് ആസ് ഷോൺ ബിലോ. ലെങ്ത് ഈസ് 3 meter. ഇഫ് ദി മെമ്പർ സബ്ജക്റ്റഡ് ടു ടോർക്ക് ഓഫ് 11 kN/m, ഡിറ്റർമിൻ ദി മാക്സിമം ഷിയർ സ്ട്രെസ് ആൻഡ് ആംഗിൾ ഓഫ് ടെസ്റ്റ്. ഇപ്പോൾ ഒരു തിൻ വാൾഡ് ക്രോസ് സെക്ഷൻ്റെ ടോർഷൻ കണ്ടുപിടിക്കാനുള്ള ആംഗിൾ ഓഫ് ട്വിസ്റ്റോ മാക്സിമം ഷിയർ സ്ട്രെസ്സോ കണ്ടുപിടിക്കാനുള്ള ചോദ്യം സ്ഥിരമായി ചോദിക്കാറുണ്ട്. 10 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പാണ് മാറി മാറി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെത്, ബേസ്ഡ് ഓൺ സ്ട്രെസ് ഫംഗ്ഷൻ അപ്രോച്ച് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഫൈൻഡിങ് മാക്സിമം ഷിയർ സ്ട്രെസ് ഓൺ എ ഷാഫ്റ്റ് ഓഫ് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ. സ്ട്രെസ് ഫംഗ്ഷൻ മീൻസ് പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ. അത് വെച്ചിട്ട് മാക്സിമം ഷിയർ സ്ട്രെസ് ഓൺ എ ഷാഫ്റ്റ് ഓഫ് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യനിലും പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഗവേണിംഗ് ഇക്വേഷൻ, ബൗണ്ടറി കണ്ടീഷൻ, ജെ ഇൻ്റഗ്രലൊക്കെ ഡിഫൈൻ ചെയ്യാൻ. അത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്ത 6 മാർക്കിൻ്റെത്, ദ ഫ്രെയിം ഈസ് സബ്ജക്റ്റഡ് ടു എ ലോഡ് പി ആസ് ഷോൺ ഇൻ ഫിഗർ. ദ ലെങ്ത് ഓഫ് ഈച്ച് ലെങ്ത് ഈസ് എൽ. ദ ഫ്രെയിം ഹാസ് കോൺസ്റ്റന്റ് ഫ്ലക്സുറൽ റിജിഡിറ്റി ഇ ഐ. ഇഫ് ദ എഫക്റ്റ് ഓഫ് ആക്സിയൽ ലോഡ് ഈസ് നെഗ്ലക്റ്റഡ്, ഫൈൻഡ് ദി ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് എ ഡ്യൂ ടു അപ്ലൈഡ് ലോഡ് പി. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തേക്കുന്നത് സ്ട്രെയിൻ എനർജി പ്രിൻസിപ്പിളാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ദെൻ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തിയറം, 4 മാർക്കിന്. ഇത് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതും നമ്മൾ 5, 6 മൊഡ്യൂളിലും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതുമായിട്ടുള്ള തിയറമാണ് കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തിയറം. ദെൻ 14A, യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്, ഫൈൻഡ് ഔട്ട് ദ റിയാക്ഷൻസ് അറ്റ് എ ആൻഡ് ഡി. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ. എക്സ്പ്ലെയിൻ മാക്സ്വെൽസ് തിയറം, 2 മാർക്കിന്. അപ്പോൾ ഇത്രയാണ് പാർട്ട് സിയിൽ ചോദിച്ചത്. ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷനും സെയിൻവാൻ പ്രിൻസിപ്പിൾ വാർപ്പിംഗ് ഫംഗ്ഷനും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും എന്നുള്ള കാര്യം ഷുവറാണ്. ദെൻ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനും പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷനും സെയിൻവാനും റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് ആ പോർഷൻ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ചോദിച്ചു കണ്ടത് തിൻ വാൾ ക്രോസ് സെക്ഷൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ആംഗിൾ ഓഫ് ട്വിസ്റ്റും ഷിയർ സ്ട്രെസ്സും റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് സ്ട്രെയിൻ എനർജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ബേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാസ്റ്റിഗ്ലിയാനോ തിയറം, ടോർഷണൽ റിജിഡിറ്റി, സെൻറ്റർ ഓഫ് ട്വിസ്റ്റ്, മാക്സ്വെൽ തിയറം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഓരോ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ ദാറ്റ് ഫംഗ്ഷൻ psi of xy equal to axy is a സെയിൻ വാലൻസ് വാർപ്പിംഗ് ഫംഗ്ഷൻ വേർ എ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ എൻ്റെ വാർപ്പിംഗ് ഫംഗ്ഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ മതിയാവും. അപ്പോൾ എന്താണ് ലാപ്ലാസ് ഇക്വേഷൻ നോക്കാം. ലാപ്ലാസ് ഇക്വേഷൻ ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ്, ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എ എക്സ് വൈ സൈഡ് പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവുകളായ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയറും ചെയ്തിട്ട്
ആഡ് ചെയ്ത് നോക്കുമ്പോൾ 0 കിട്ടുന്നത് നോക്കിയാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ 0 കിട്ടുകയാണെങ്കിൽ ഇതൊരു പോസിബിൾ ആയിട്ടുള്ള വാർപ്പിംഗ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാം? AXY സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡെറിവേഷൻ ചെയ്യുന്നു, ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ലാപ്ലാസ് ഇക്വേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തെന്ന് കിട്ടും. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതായത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു പോസിബിൾ വാർപ്പിംഗ് ഫംഗ്ഷൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് എ പോയിന്റ് ഓൺ ദ ബൗണ്ടറി കർവ് ഫോർ ദ ബാർ വിത്ത് ദിസ് വാർപ്പിംഗ് ഫംഗ്ഷൻ. ദെൻ ഫൈൻഡ് ഔട്ട് ദി ഷേപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ജെ ഇൻ്റഗ്രൽ. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു കണ്ടീഷൻ നോക്കാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ആർബിട്രറി ക്രോസ് സെക്ഷൻ എടുക്കുന്നു. ആ ക്രോസ് സെക്ഷൻ്റെ ബൗണ്ടറിയിൽ ഒരു എലമെൻറ്റ് എ ബി എടുക്കുന്നു. അപ്പോൾ എലമെൻറ്റ് എ ബിയുടെ പ്രത്യേകത അത് കൺസിസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് ആർബിട്രറി ക്രോസ് സെക്ഷൻ XY പ്ലെയിനിൽ. അവിടുത്തെ എലമെൻറ്റിൽ എ ബി തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ നോർമൽ വെക്ടർ എലമെൻറ്റ് എ ബിയുടെ ലെങ്ത് DS ആയിരിക്കും. അതിൻ്റെ നോർമൽ വെക്ടർ പോകുന്നത് n ആയിരിക്കും. എ ബിയുടെ കൂടെ BC AC എന്നീ എലമെൻറ്റ്സ് കൂടെ ഉണ്ട്. BCയുടെ ലെങ്ത് DXും ഡയറക്ഷൻ J, നോർമൽ വെക്ടർ ഡയറക്ഷൻ Jയും, ACയുടെ ലെങ്ത് DYയും അതിൻ്റെ നോർമൽ ഡയറക്ഷൻ -I ആണ്. തന്നിരിക്കുന്ന ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു എലമെൻറ്റ് എടുത്തതിൻ്റെ കാര്യം ഇതിലാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ എങ്ങനെയാണ്, ആ എലമെൻറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഡിഫൈൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. ABC എന്ന് പറയുന്നത് ക്ലോസ്ഡ് കർവാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ AB വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് DS n ക്യാപ്പ്, DS എന്ന് പറയുന്ന ലെങ്തും n ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് നോർമലുമാണ്. അതുപോലെ ട്രയാങ്കിൾ ABC ആയിട്ട് കൺസിഡർ ചെയ്തെടുത്താൽ ഈ നോർമൽ വെക്ടേഴ്സ് AB BC ACയിൽ നോർമൽ വെക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ലെങ്ത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് സം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വെക്ടർ സം എടുക്കുമ്പോൾ നമുക്ക് 0 ആയിട്ട് കിട്ടും. ഔട്ട്വേർഡ് നോർമൽ വെക്ടേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് DX J ക്യാപ്പ് മൈനസ് DY I ക്യാപ്പ് പ്ലസ് DS n ക്യാപ്പ്, അതാണ് ഔട്ട്വേർഡ് നോർമൽ വെക്ടേഴ്സ്. അതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് നോർമൽ വെക്ടർ n ക്യാപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. n cap is equal to dy by ds I minus dx by ds j plus 0 k cap. k cap ടേം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 k cap എന്ന് എഴുതാം. അപ്പോൾ n cap നമ്മളെന്ന് പറയുന്നത് സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: nx I plus ny j plus nz k. അപ്പോൾ ഇതിന് എന്ത് കിട്ടും? nx വാല്യൂ, ny വാല്യൂ, nz വാല്യൂ കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്രയാണ്: റെസിസ്റ്റിംഗ് ട്രാക്ഷൻ Tn on the small element AB is the product of stress tensor and unit normal vector that will be 0. അതായത് ഇവിടെ ട്രാക്ഷൻ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ എക്സ്റ്റേണൽ ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 0 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് പ്രോഡക്റ്റ് എടുക്കുന്നത്. Tn എന്ന് പറയുന്നത് സിഗ്മ എന്നുള്ള സ്ട്രെസ് ആണ്. സിഗ്മ ഇൻറ്റു n ക്യാപ്പ് വാല്യൂ. അവിടെ സിഗ്മ വാല്യൂ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. G theta ഇൻറ്റു അവിടെ വരുന്ന ടേംസ് ടോ XZ ഉം ടോ YZ മാത്രമേ വാല്യൂസ് ഉള്ളൂ. അതിൻ്റെ വാല്യൂസ് തന്നിരിക്കുന്ന ഫോമിലാണ്. ഡോ ഫൈ ബൈ ഡോ എക്സ് മൈനസ് വൈയും ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് എക്സും ഒക്കെയാണ് ടോ XZൻ്റെയും ടോ YZൻ്റെ വാല്യൂസ്. ബാക്കി എല്ലാ ടേംസ് 0 ആണ്. അതിൻ്റെ കൂടെ നോർമൽ വെക്ടർ n ക്യാപ്പിൻ്റെ മെട്രിക്സ് ഫോമിലുള്ള ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 0 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻഡ് റിസൾട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് റോ എന്തായാലും ക്യാൻസൽ ചെയ്ത് പോകും. തേർഡ് റോ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും: ഡോ ഫൈ ബൈ ഡോ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എസ് മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ബൗണ്ടറി കണ്ടീഷൻ്റെ ഇക്വേഷൻ. ഇതിനെ തന്നെയാണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഓഫ് ബൗണ്ടറി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ പ്രൂവ് ചെയ്യാൻ. ഒരു കൺസ്ട്രെയിൻ്റെ കാര്യം ഇത്രയാണ്: ഒരു എലമെൻറ്റ് ആർബിട്രറി ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് എലമെൻറ്റ് എ ബി ഡിഫൈൻ ചെയ്യുന്നു. എലമെൻറ്റ് എ ബിക്ക് കൂടെയുള്ള പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ BC AC. അപ്പോൾ ഒരു ABC എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവാണ് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ളത്.
അതിൻ്റെ നോർമൽ വെക്ടേഴ്സ് ഡി എസ് എൻ ക്യാപ്പ് ഡി എക്സ് ജെ ക്യാപ്പ് ഡി വൈ മൈനസ് ഡി വൈ ഐ ക്യാപ്പ് ഇതെല്ലാം കൺസിഡർ ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ വെക്ടർ സം എടുക്കുമ്പോൾ 0 എന്ന് എടുക്കുന്നു. 0 എന്ന് എടുത്തതിന് ശേഷം എൻ നോർമൽ വെക്ടർ ഡിഫൈൻ ചെയ്യുന്നു. എടുത്തതിന് ശേഷം എൻ എക്സ് എൻ വൈ എൻ ഇസഡ് വാല്യൂസ് എഴുതുന്നു. അതിനുശേഷം ട്രാക്ഷൻ വെക്ടർ 0 ആയതുകൊണ്ട് തന്നെ ട്രാക്ഷൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഡെഫിനേഷൻ സ്ട്രെസ് ഇൻറ്റു നോർമൽ വെക്ടർ. അപ്പോൾ സ്ട്രെസ് ടെൻസറിൻ്റെ നോർമൽ വെക്ടർ പ്രോഡക്റ്റ് 0 എന്ന് എടുക്കുന്നു. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എൻഡ് റിസൾട്ട് ആണ് ബൗണ്ടറി കണ്ടീഷൻ്റെ ഇക്വേഷൻ. ഇത് വീണ്ടും പറയാനുള്ള കാര്യം അടുത്ത ക്വസ്റ്റ്യനിൽ ഇതേ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഷേപ്പ് ഓഫ് ദ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഷേപ്പ് ഓഫ് ദ ക്രോസ് സെക്ഷൻ കിട്ടണമെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ എടുത്താൽ മതിയാവും. ബൗണ്ടറി കണ്ടീഷനിൽ 5 ടേം ഉണ്ടായിരുന്നല്ലോ. ആ 5 ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് വാർപ്പിംഗ് ഫംഗ്ഷൻ ടേം ഉണ്ടായിരുന്നു. അവിടെ വാർപ്പിംഗ് ഫംഗ്ഷന് വാല്യൂ കൊടുത്താൽ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ കിട്ടും. നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇങ്ങനെയാണ്: 1 മൈനസ് എ വൈ ഡി വൈ പ്ലസ് 1 പ്ലസ് എ എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടും: 1 മൈനസ് എ ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 പ്ലസ് 1 പ്ലസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിനെ റീവറൈറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കമ്പയർ ചെയ്യാം. എക്സ് സ്ക്വയർ ബൈ 1 ബൈ 1 പ്ലസ് എ പ്ലസ് വൈ സ്ക്വയർ ബൈ 1 ബൈ 1 മൈനസ് എ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇത് നമുക്ക് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എലിപ്സിൻ്റെതാണ്. എലിപ്സിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷൻ എലിപ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ 1 പ്ലസ് എയും ബി സ്ക്വയർ എന്ന് പറയുന്നത് കെ ബൈ 1 മൈനസ് എ ആയിട്ട് എടുക്കാം. അവിടുത്തെ ഈ എയും ബിയും ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 2a ആൻഡ് 2b ആർ ദ ലെങ്ത് ഓഫ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് ലെങ്തുകൾ, മേജർ ആക്സിസും മൈനർ ആക്സിസും ലെങ്തുകളാണ് 2a 2b. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് എഴുതുമ്പോൾ എയുടെ വാല്യൂ കിട്ടുന്നത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഫൈവ് ഓഫ് എക്സ് ഐ നമ്മൾ എ എക്സ് വൈ എന്നാണല്ലോ എടുത്തത്. അവിടെ എക്ക് റീപ്ലേസ് ചെയ്ത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം, ബൈ ബി എ സ്ക്വയർ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഫൈനൽ ഫംഗ്ഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ്. ദെൻ നമുക്ക് അടുത്ത കണ്ടുപിടിക്കാനുള്ളത് ജെ ഇൻ്റഗ്രലാണ്. ജെ ഇൻ്റഗ്രൽ തന്നിരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്: ജെ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഡോ ഫൈ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ഫൈ ബൈ ഡോ എക്സ് ഡി എക്സ് ഡി വൈ. ഇതാണ് കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ജെ ഇൻ്റഗ്രലിൻ്റെ. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ: ഫൈയുടെ പ്ലേസിൽ തന്നിരിക്കുന്ന വാർപ്പിംഗ് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഫോർമാറ്റിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടും. ഇതിൽ ഡെറിവേറ്റീവ് എടുത്തു എന്നിട്ട് ഇങ്ങനെ കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ മൈനസ് എ വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. നമ്മൾ 1 പ്ലസ് എ എടുക്കുമ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ പ്ലസ് 1 മൈനസ് എ ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും. ഈ ഡബിൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന ടേം നമുക്ക് ഫെമിലിയർ ആണ്, അത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ടും എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ഐ വൈയും ഡബിൾ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ഐ എക്സും ആണ്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ജെ ഇൻ്റഗ്രൽ കിട്ടുന്നത് 1 പ്ലസ് എ ഇൻറ്റു ഐ വൈ പ്ലസ് 1 മൈനസ് എ ഇൻറ്റു ഐ എക്സ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഐ വൈ ഐ എക്സിന് നമുക്ക് എലിപ്സിൻ്റെ ഫോർമാറ്റിൽ കൊണ്ടുവരാം. അവിടെ നമുക്ക് എയുടെ വാല്യൂ അറിയാം, ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്ന് അറിയാം. ഐ എക്സ് വാല്യൂ എലിപ്സിന് പൈ എ ക്യൂബ് ബൈ 4ഉം ഐ വൈ വാല്യൂ പൈ ബി എ ക്യൂബ് ബൈ 4ഉം ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജെ ഇൻ്റഗ്രൽ കിട്ടുന്നത് പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഫൈനൽ ഫോം. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് 8 മാർക്കാണ്. അതായത് ഇപ്പം ലാപ്ലാസ് ഇക്വേഷൻ വെരിഫൈ ചെയ്തതിന് 2 മാർക്ക്, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഓഫ് ബൗണ്ടറി കണ്ടുപിടിക്കുന്ന 2 മാർക്ക് കിട്ടും, ക്രോസ് സെക്ഷൻ ഷേപ്പ് കണ്ടുപിടിക്കുന്ന 2 മാർക്ക് കിട്ടും, ജെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നതിന് 2 മാർക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ 8 മാർക്ക്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ അബൌട്ട് സെൻറ്റർ ഓഫ് ട്വിസ്റ്റ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് സാധാരണ മിക്ക ക്വസ്റ്റ്യനിലും ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് ട്വിസ്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു ബീം അൺസിമെട്രിക്കൽ ക്രോസ് സെക്ഷനുള്ള ഒരു ബീം ഒരു അപ്ലൈഡ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ അത് ബീം ബെൻഡ് ചെയ്യുന്നതിന് കൂടാതെ ട്വിസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതായത് സെൻട്രോയിഡിന് അബൌട്ട് ആയിട്ട് അത് ബീം ബെൻഡ് ചെയ്യുന്നത് കൂടാതെ ട്വിസ്റ്റ് ചെയ്യും കൂടെ ചെയ്യും.
അപ്പോൾ ട്വിസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ, അതായത് പ്യുവർ ബെൻഡിങ് നടക്കണമെങ്കിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യേണ്ടത് വേറൊരു അപ്രോപ്രിയേറ്റ് പോയിന്റിലായിരിക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഷിയർ സെന്റർ ഓർ ഷിയർ സെന്റർ ഓഫ് ഫ്ലക്ചർ ഓർ ഫ്ലക്ചറൽ സെൻട്രൽ ഓർ സെന്റർ ഓഫ് ട്വിസ്റ്റ്. അതായത് അൺസിമെട്രിക്കൽ ബെൻഡിങ് ആണെങ്കിൽ സിമെട്രിക്കൽ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ബോഡിയിൽ അൺസിമെട്രിക്കൽ ബെൻഡിങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതെന്തായാലും സെൻട്രോയിഡിന് അബൌട്ടായിട്ട് ട്വിസ്റ്റ് ചെയ്യും. ബെൻഡിങ് കൂടാതെ സെൻട്രോയിഡിന് അബൌട്ടായിട്ട് ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ട്വിസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യേണ്ട പോയിന്റ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ലോഡ് അപ്ലൈ ചെയ്യേണ്ട പോയിന്റ് റീപ്ലേസ് ചെയ്താൽ ബീം ട്വിസ്റ്റ് ചെയ്യാതിരിക്കും. അപ്പോൾ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് ട്വിസ്റ്റ്, അല്ലെങ്കിൽ സെന്റർ ഓഫ് ഫ്ലക്ചർ, അല്ലെങ്കിൽ ഫ്ലക്ചറൽ സെന്റർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലെക്സുറൽ ആക്സിസും ബെൻഡിങ് ആക്സിസും ഷിയർ സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോയാൽ നമുക്ക് ട്വിസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സ്പ്ലനേഷന് 2 മാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Derive the governing equation and boundary condition for torsion of non-circular cross section in terms of Prandtl stress function. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതായത് Prandtl സ്ട്രെസ് ഫംഗ്ഷന്റെ ഗവേണിംഗ് ഇക്വേഷൻ, ബൗണ്ടറി കണ്ടീഷൻ ഒക്കെ ഡിഫൈൻ ചെയ്യാനാണ്. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഗവേണിംഗ് ഇക്വേഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. Prandtl സ്ട്രെസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കുന്ന കണ്ടീഷൻ ടോ ഇസഡ് എക്സും ടോ ഇസഡ് വൈയും ആണ് നമ്മൾ നോൺ സീറോ വാല്യൂസ് ആയിട്ട് എടുക്കുന്നത്. ബാക്കി എല്ലാ വാല്യൂസും സീറോ ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിഗ്മ എക്സ് എക്സ് സീറോ, സിഗ്മ വൈ വൈ സീറോ, സിഗ്മ ഇസഡ് ഇസഡ് സീറോ, ടോ എക്സ് വൈ സീറോ. ദെൻ നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇതൊക്കെയാണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് സിഗ്മ എക്സ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടോ വൈ എക്സ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ടോ എക്സ് ഇസഡ് ഈക്വൽ ടു സീറോ. ഇതുപോലെ അടുത്ത ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ. ഇതിൽ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഓരോ സിഗ്മയുടെയും സ്ട്രെസ് കമ്പോണൻസിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സിഗ്മ എക്സ് എക്സ്, സിഗ്മ വൈ വൈ, സിഗ്മ ഇസഡ് ഇസഡ് എല്ലാം സീറോ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ടോ എക്സ് വൈ സീറോ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി ടോ എക്സ് ഇസഡും ടോ ഇസഡ് വൈയും നോൺ സീറോ ആയിട്ട് തന്നെ നിലനിൽക്കും. നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാമും സീറോ ആയിട്ട് എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ടോ എക്സ് ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടോ വൈ ഇസഡ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പ്രാണ്ടൽ സ്ട്രെസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോ എക്സ് ഇസഡ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഡോ ബൈ ഡോ ഫൈ ബൈ ഡോ വൈ എന്നാണ്. അവിടെ ഫൈ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രാണ്ടൽ സ്ട്രെസ് ഫംഗ്ഷൻ. അതുപോലെ ടോ വൈ ഇസഡ് ഡിഫൈൻ ചെയ്തേക്കുന്നത് മൈനസ് ഓഫ് ഡോ ഫൈ ബൈ ഡോ എക്സും. ഇനി നമുക്ക് സ്ട്രെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ ഇസഡ് ഇസഡ്, ഗാമ എക്സ് വൈ. ഇതെല്ലാം സീറോ ആണ്. കാര്യം എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് സ്ട്രെസ് വാല്യൂസ് എല്ലാം സീറോ ആയിരുന്നു. ഇനി എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് ഗാമ വൈ ഇസഡും ഗാമ എക്സ് ഇസഡും ആണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ ടോ വൈ ഇസഡും ടോ എക്സ് ഇസഡും നോൺ സീറോ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഷിയർ സ്ട്രെയിൻ വാല്യൂസ് നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് അവിടെ ടോ എക്സ് വൈ, ടോ വൈ ഇസഡും ടോ എക്സ് ഇസഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഗാമയുടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് അതിൻ്റെ കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, സൊല്യൂഷൻ വേണ്ടത് ജനറൽ ഇക്വേഷൻ, ഗവേണിംഗ് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻ കൺസിഡർ ചെയ്തതും. ഇനി നമുക്ക് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ എങ്ങനെയെന്ന് നോക്കാം. സ്ട്രെയിൻ കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ ലാസ്റ്റ് രണ്ടെണ്ണമാണ് എടുക്കുന്നത്. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ഗാമ എക്സ് ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഗാമ എക്സ് വൈ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഗാമ വൈ ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ ഡോ ഇസഡ് ഓഫ് എപ്സിലോൺ എക്സ് എക്സ്. ഇതൊരു കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ. ഇതിൻ്റെ കൂടെയുള്ള ഒരു ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും ഒരു പാറ്റേണിൽ പഠിച്ചു വയ്ക്കാൻ പറ്റും. അതായത് ആദ്യത്തെ ഡോ ബൈ ഡോ എക്സ്, അടുത്തത് ഡോ ബൈ ഡോ വൈ. അകത്തുള്ള നോക്കിയാൽ ഗാമ എക്സ് ഇസഡ് വരുമ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വൈ വെച്ചിട്ടാണ്. ഡോ ബൈ ഡോ വൈ ഓഫ് ഗാമ എക്സ് ഇസഡ്. അടുത്ത ടൈം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗാമ എക്സ് വൈ എടുത്തു കഴിഞ്ഞാൽ അതിലില്ലാത്ത വേരിയബിളായ കോർഡിനേറ്റ് ആയ ഇസഡ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഗാമ എക്സ് വൈ.
അടുത്ത ടേം മൈനസ് ആണ്. മൈനസ് എഴുതിയിട്ട് അതിനകത്ത് ഗാമ വൈ ഇസഡ് എടുക്കണം. വൈ ഇസഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് ഇസഡ് എക്സ് ആണ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ വൈ ഡോ ഇസഡ്. ഡോ വൈ ഡോ ഇസഡ് എടുത്തുകൊണ്ട് അപ്സിലോൺ എക്സ് എക്സ് യൂസ് ചെയ്യാം. അതായത് എക്സ് വൈ സെഡ് ആ ഒരു സർക്കിൾ പോലെ നമുക്ക് ഒരു സൈക്കിൾ പോലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഡോ ബൈ ഡോ വൈ എടുക്കുമ്പോൾ അത് കൂടാതെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ ഒരു കാര്യം കൂടെ മനസ്സിലാവും. എക്സ് വൈ ഇസഡ് എക്സ് വൈ ഇസഡ് അങ്ങനെയാണ് പോകുന്നത്. അതായത് ഡിനോമിനേറ്റർ നോക്കിയാൽ ആദ്യത്തെ ഡിനോമിനേറ്റർ കാണാവുന്നത് എക്സ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ എക്സ്, അടുത്ത ഡിനോമിനേറ്ററിൽ ഡോ ബൈ ഡോ വൈ, അടുത്ത ഡിനോമിനേറ്ററിൽ ഡോ വൈ ഡോ ഇസഡ്, പിന്നെ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു അതിന് വരുമ്പോഴും വൈ ഇസഡ്. ആ ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഡോ ബൈ ഡോ വൈ നോക്കിയാലും അതേ പാറ്റേൺ വരും. ഡോ ബൈ ഡോ വൈ എടുത്തു, അപ്പോൾ അടുത്ത വേരിയബിൾ ഇസഡ് ആണ്. അപ്പോൾ അടുത്ത ഡോ ബൈ ഡോ ഇസഡ് എടുക്കണം, പിന്നെ അടുത്ത ഡോ ബൈ ഡോ എക്സ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോ ബൈ ഡോ വൈ എടുക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈക്വൽ ടു വരുമ്പോൾ റിമൈനിങ് ആയിട്ടുള്ള ഇസഡും എക്സും. ഇങ്ങനെയാണ് ആ പാറ്റേൺ പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ രണ്ട് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നോക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂസ് ഓഫ് സ്ട്രെയിൻ കമ്പോണൻസ്. ഇതിനകത്ത് നമുക്ക് സ്ട്രെയിൻ കമ്പോണൻസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ഗാമ എക്സ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഗാമ വൈ ഇസഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് ഗാമ വൈ ഇസഡും ഗാമ എക്സ് ഇസഡും ടോ വാല്യൂ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടുന്നു. അതുപോലെ രണ്ടാമത്തെ കോമ്പാറ്റിബിലിറ്റി ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് കിട്ടുന്ന റിസൾട്ട്, അതായത് നമുക്ക് ടോ എക്സ് ഇസഡിനും ടോ വൈ ഇസഡിനും പ്രാണ്ടൽ സ്ട്രെസ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള വാല്യൂസ്, അതായത് ഡെറിവേറ്റീവ് ഫോം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നു. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് എന്നാണ്. അതായത് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് 0 കിട്ടുന്നത്. ഡെറിവേറ്റീവ് എടുക്കുന്ന 0 കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് അതിൻ്റെ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള വഴി നോക്കാം. അത് നമ്മൾ എന്തെടുക്കുന്നു, ആ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് ഡോ വൈ ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എക്സ് ഇസഡ്. അതിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ച് വീണ്ടും ഗാമയിലോട്ട് കൊണ്ടുവരുന്നു. ഗാമയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻഷിപ്പ് ഒന്ന് യൂസ് ചെയ്യാം. നമ്മൾ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻഷിപ്പ് പ്രകാരം ഗാമ വൈ ഇസഡ് എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും ഗാമ എക്സ് ഇസഡ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും ആണ്. ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുക, നമ്മൾ വാല്യൂ ഗാമ വാല്യൂസ് ഷിയർ സ്ട്രെയിൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ആ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ അത് മൈനസ് ചെയ്ത് അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി റിമൈനിങ് വരുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. ജി ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ വി ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ ഇസഡ്. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. യു എന്ന് പറയുന്നത് മൈനസ് വൈ ഇസഡ് തീറ്റയും വി എക്സ് ഇസഡ് തീറ്റയാണ്. ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് മൈനസ് 2g തീറ്റ. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്ന റിസൾട്ട് മൈനസ് 2g തീറ്റ. അപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണ്. ഗവേണിംഗ് ഇക്വേഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 2g തീറ്റ. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ ഡിഫൈൻ ചെയ്ത് നോക്കാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഒരു ആർബിട്രറി ക്രോസ് സെക്ഷൻ എടുക്കുന്നു, അതിനകത്തൊരു സെഗ്മെൻറ്റ് ബൗണ്ടറി കർവ് എ ബി ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ നോർമൽ വെക്റ്റേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡി എസ് എൻ ക്യാപ്പ്, ഡി എക്സ് ജെ ക്യാപ്പ്, മൈനസ് ഡി വൈ ഐ ക്യാപ്പ്. അതിൻ്റെ നോർമൽ വെക്റ്റേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് ഇവിടെ കോസ്റ്റ് കർവ് ആയതുകൊണ്ട് തന്നെ 0 ആയിരിക്കും. ആ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നു.
അത് കഴിഞ്ഞിട്ട് എൻ ക്യാപ്പ് നോർമൽ വെക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എൻ എക്സ് ഐ പ്ലസ് എൻ വൈ ജെ പ്ലസ് എൻ ഇസഡ് കെ ഫോർമാറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ എക്സ് എൻ വൈ എൻ ഇസഡ് വാല്യൂസ് കിട്ടി. അതിനുശേഷം ട്രാക്ഷൻ വെക്ടർ എക്സ്റ്റേണൽ ലോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രാക്ഷൻ വെക്ടർ 0 ആയിരിക്കും. ട്രാക്ഷൻ വെക്ടർ കിട്ടുന്നത് സ്ട്രെസ് വെക്ടറിൻ്റെ നോർമൽ വെക്ടർ വെച്ചിട്ടാണ്. സ്ട്രെസ് വെക്ടർ നമുക്ക് പ്രാണ്ടൽ സ്ട്രെസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഡോ ബൈ ടോ എക്സ് ഇസഡ് വാല്യൂ ടോ വൈ ഇസഡ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സ്ട്രെസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം ട്രാക്ഷൻ വെക്ടറിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ടി എൻ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എൻ, അതായത് ദാറ്റ് ഈസ് റിസൾട്ട് എന്ന് പറയുന്നത് 0 ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് റോ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി 0 ആയി പോകും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. അതായത് ബൈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡി ഫൈ ഈക്വൽ ടു 0 എന്നുള്ള റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് ഫൈ റിമെയിൻസ് കോൺസ്റ്റന്റ് ഓവർ ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദി ബൗണ്ടറി കർവ്. ഇതാണ് നമുക്ക് ബൗണ്ടറി കണ്ടീഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യുന്നതിന് ഡിസ്പ്ലേസ്മെന്റ് കമ്പോണന്റ് എഴുതുന്നതിന് 2 മാർക്ക്, സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് കമ്പോണൻസ് 2 മാർക്ക്, ഗവേണിംഗ് ഇക്വേഷൻ 2 മാർക്ക്, ബൗണ്ടറി കണ്ടീഷൻ 2 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ 8 മാർക്ക് ഈ ക്വസ്റ്റ്യൻ ലഭിക്കും. ഇനി നമുക്ക് 10B 10B എന്ന് പറഞ്ഞ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ടോർഷണൽ റിജിഡിറ്റി കണ്ടുപിടിക്കാൻ. ടോർഷണൽ റിജിഡിറ്റി ഡിഫൈൻ ചെയ്യാൻ എളുപ്പമാണ്. അതായത് ഈ ടോർക്ക് നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ടോർഷണൽ റിജിഡിറ്റിയും ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് ടി ഈസ് ഈക്വൽ ടു ജി ജെ ഇൻറ്റു തീറ്റ. ജി ജെ എന്ന് പറയുന്നതാണ് ടോർഷണൽ റിജിഡിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ടോർഷണൽ റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രോഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. തീറ്റ എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്. അവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോർക്ക് ഗിവൺ ടോർക്കിലെ ഹയർ ടോർഷണൽ റിജിഡിറ്റി ഉണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഈ എക്സ്പ്ലനേഷനും വിത്ത് ഫോർമുലയാണെങ്കിൽ 2 മാർക്ക്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 11A 10 മാർക്ക് ക്വസ്റ്റ്യൻ. 10 മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ തിൻ വാൾഡ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കുന്നത് അത് അലുമിനിയം മെറ്റീരിയലിൻ്റെ ആണ്. ജി വാല്യൂ 27 ജിഗാ പാസ്കൽ. ദെൻ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, ലെങ്ത് 3 മീറ്റർ. ടോർക്ക് മെമ്പർ സബ്ജക്റ്റഡ് ടു ടോർക്ക് ഓഫ് 11 കിലോ ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കൊടുക്കുന്നുണ്ട്. ഡിറ്റർമിൻ ദ മാക്സിമം ഷിയർ സ്ട്രെസ് ആൻഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഗിവൺ ഡേറ്റ ഒക്കെ എഴുതുന്നു. മോഡുലസ് റിജിഡിറ്റി, ടോർക്ക്, ലെങ്ത്, കണ്ടുപിടിക്കാനുള്ള മാക്സിമം ഷിയർ സ്ട്രെസ്സും ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്ക് ആ ഒരു ക്രോസ് സെക്ഷൻ്റെ ഷിയർ ഫ്ലോ എങ്ങനെയാണെന്ന് കൺസിഡർ ചെയ്യാം. ക്രോസ് സെക്ഷൻ തന്നിരിക്കുന്ന ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ്. നമുക്കതിനെ സെൽ 1 സെൽ 2 എന്ന് കൺസിഡർ ചെയ്യുന്നു. അതിനകത്തുള്ള പോയിന്റ്സ് ജംഗ്ഷൻ പോയിന്റ്സ് 1 2 3 4 5 ഡിഫൈൻ ചെയ്യുന്നു. വേരിയബിൾസ് A1 A2, ദെൻ ഹൈറ്റ് ട്രയാങ്കിൾ ഷേപ്പ് സെൽ 2ൻ്റെ ഹൈറ്റ് H, തിക്നെസ് T1, ദെൻ വെബ് തിക്നെസ് T2. റിമൈനിങ് എല്ലാ സൈഡിലും തിക്നെസ് T1 ആണ്, വെബ് സൈഡ് മാത്രമാണ് തിക്നെസ് T2. നമുക്ക് ആ ഓരോ വേരിയബിൾസിൽ സെൽ 1ൽ ഷിയർ ഫ്ലോ എന്ന് പറയുന്നത് Q1 തന്നിരിക്കുന്ന പോലെ Q1 ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്. 1 2 3 4 1 ഡയറക്ഷനിലാണ് ഷിയർ ഫ്ലോ നടക്കുന്നത്. ദെൻ നമുക്ക് സെൽ 2ലെ ഷിയർ ഫ്ലോ ഇങ്ങനെയായിരിക്കും. 4 3 5 4 എന്നുള്ള ഡയറക്ഷനിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ വെബ് സൈഡിൽ നോക്കിയാൽ Q1 ഫ്ലോയും Q2 ഫ്ലോയും തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെയുള്ള ഷിയർ ഫ്ലോ എന്ന് പറയുന്നത് Q12 ആയിട്ട് ഡിഫൈൻ ചെയ്യാം. Q12 Q2 മൈനസ് Q1 എന്ന് എടുക്കാൻ പറ്റും. നമുക്ക് ഓരോ വേരിയബിൾസിൻ്റെ വാല്യൂസ് എന്താണെന്ന് നോക്കാം. H വാല്യൂ തന്നിട്ടുണ്ട് 80 mm, A1 120 mm, A2 200 mm, T1 5 mm, T2 4 mm. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും കണ്ടീഷൻ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ വെച്ചുള്ള ഇക്വേഷൻ നോക്കാം. സെൽ 1 എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തേക്കുന്നത് പോയിന്റ് 1 2 3 4 1 എന്നാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള C1 വാല്യൂ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds/t. ds എന്ന് പറയുന്നത് സർഫസിലെ ലെങ്ത് എലമെൻ്ററി ലെങ്ത് ആണ്, T തിക്നെസ്സും. C1 വാല്യൂ നോക്കുമ്പോൾ ഇൻ്റഗ്രൽ ds/t ആണ്. അപ്പോൾ അവിടെ എടുക്കുമ്പോൾ ഓരോ സൈഡായിട്ട് എടുക്കാം. നമുക്ക് 1 to 2 എടുക്കുമ്പോൾ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് A1 ഡിവൈഡഡ് ബൈ തിക്നെസ് T1. അതുപോലെ 2 to 3 വരുമ്പോൾ A2/T1, 3 to 4 വരുമ്പോൾ A1 ആണ് ലെങ്ത് ബൈ T2 ആണ് തിക്നെസ്. ദെൻ പ്ലസ് 4 to 1 എന്ന് പറയുന്നത് A2 ലെങ്തും T1 തിക്നെസ്സും. ഇങ്ങനെയാണ് C1 ഫോർ സെൽ 1ന് വേണ്ടി ഡിഫൈൻ ചെയ്തേക്കുന്നത്.
നമുക്ക് അതിൻ്റെ വാല്യൂസ് അറിയാം. A1 വാല്യൂ അറിയാം, T1 വാല്യൂ അറിയാം, A2 അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C1 വാല്യൂ കിട്ടുന്നത് 134 ആയിട്ടാണ്, ഇക്വേഷൻ നമ്പർ 1. ദെൻ നമുക്ക് സെൽ 2 നോക്കാം. സെൽ 2 ഡിഫൈൻ ചെയ്തേക്കുന്നത് പോയിന്റ്സ് വെച്ചിട്ട് എന്ന് പറയുന്നത് 4, 3, 5, 4 ഇങ്ങനെയാണ് ആ ഷിയർ ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഷിയർ ഫ്ലോ അനുസരിച്ച് നമുക്ക് ലെങ്ത് ഓഫ് ദി സൈഡ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ലെങ്ത് ഓഫ് സൈഡ് 3, 5ഉം 4, 5ഉം ഈക്വൽ ആണ്. അതിൻ്റെ നമുക്ക് A3 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ A3 വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് √(h²+A1/2) ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 100 ആണ്. അപ്പോൾ A3 വാല്യൂ 100. ദെൻ നമുക്ക് C2 ഡിഫൈൻ ചെയ്യാം. C2 ഈക്വൽ ടു ക്ലോസ്ഡ് കർവ് ഇൻ്റഗ്രൽ ds/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 സൈഡ് ഉണ്ട്. 4 to 3 A1/T2, 3 to 5 A3/T1, 5 to 4 A3/T1 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 70 നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് വെബ് കൂടെ കൺസിഡർ ചെയ്യാം. വെബ് സൈഡ് എന്ന് പറഞ്ഞാൽ 3 to 4 ആണ്. 3 to 4ൽ കൺസിഡർ ചെയ്യാനുള്ള C12 ആയിട്ട് എടുക്കാം. C12 is ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds/t, അത് A1/T2 ആണ്. A1/T2 വാല്യൂ കിട്ടുന്നത് 30, അത് ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇക്വേഷൻ ഫോർ ആംഗിൾ ഓഫ് ടെസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് തീറ്റ ഡിഫൈൻ ചെയ്തേക്കുന്നത് Q/2AG ഇൻ്റഗ്രൽ ds/t ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സെൽ 1, സെൽ 2 വെബ് എങ്ങനെയാണെന്നൊക്കെ സെൽ 1ഉം സെൽ 2 എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ സെൽ 1 2g തീറ്റ എന്ന വാല്യൂ കിട്ടുന്നത് ഇങ്ങനെയാണ്, Q/A1 ഇൻ്റഗ്രൽ ds/t. A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് സെൽ 1, A1 × A2 വാല്യൂ 120 × 200 എന്ന് കിട്ടും. ദെൻ അതിൻ്റെ വാല്യൂ കിട്ടി 24,000 mm² എന്ന് കിട്ടി. ദെൻ അതുകൊണ്ട് 2g തീറ്റ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/A1 × C1Q1 - C12Q2. അതാണ് A1ൽ സെൽ 1ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ദെൻ നമുക്ക് വാല്യൂസ് അറിയാം. C1ൻ്റെ വാല്യൂ അറിയാം, C12 അറിയാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q1ലും Q2ലും ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇക്വേഷൻ നമ്പർ A ആയിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ സെൽ 2 ഡിഫൈൻ ചെയ്യുന്നു. 2g തീറ്റ ഈക്വൽ ടു Q/A2 ഇൻ്റഗ്രൽ ds/t. പിന്നെ വാല്യൂസ് നമുക്ക് നോക്കാം. A2 എന്ന് പറയുന്നത് ഏരിയ ഓഫ് സെൽ 2 ആണ്. ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് BH, ഹാഫ് A1 × H എടുക്കാം. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4,800 mm² എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. സബ്സ്റ്റിറ്റ്യൂഷനിൽ 2g തീറ്റ ഈക്വൽ ടു 1/A2 × C2Q2 - C12Q1. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ 2g തീറ്റ ഇക്വേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 1/A1 × C1Q1 - C12Q2 ആയിരുന്നു സെൽ 1ന്. സെൽ 2 ആകുമ്പോൾ C2Q2 - C12Q1 ആവും. അതാണ് ആ പാറ്റേൺ. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C12ഉം C12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് Q1ലും Q2ലും ഉള്ളൊരു അനദർ ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ നമ്പർ B. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാം. രണ്ടും 2g തീറ്റയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. രണ്ടുകൂടെ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ Q1ഉം Q2ഉം അതിൻ്റെ റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് Q2 ഈക്വൽ ടു 9/5 Q1 എന്ന് കിട്ടും. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ പിടികിട്ടും. Q2 ഈക്വൽ ടു 9/5 Q1 എന്ന് കിട്ടും. ഇനി നമുക്ക് ആ റിസൾട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ടോർക്ക് തന്നേക്കുന്നത് ഇങ്ങനെയാണ്, T is equal to 2Q1A1 + 2Q2A2. ഈ ടോർക്ക് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, 11 kN തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്ന യൂണിറ്റ് ന്യൂട്ടൺ mm ആണ്. അതിലോട്ട് മാറ്റി 11 × 10⁹ Nm എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2Q1A1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2Q1 × A1 വാല്യൂ ഇൻറ്റു 2 × Q2 വാല്യൂ എന്ന് പറയുന്നത് 9/5 ആയിട്ട് കിട്ടി. 9/5 Q1 എന്ന് കിട്ടി. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. A2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കിട്ടുന്ന എൻഡ് റിസൾട്ട് ഇങ്ങനെയാണ്, Q1 ഈസ് ഈക്വൽ ടു 168,504.902 Nm എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് Q2 കണ്ടുപിടിക്കാം. Q2 ഈക്വൽ ടു 30,3308.82 Nm എന്ന് കിട്ടും. ഇനി രണ്ട് വാല്യൂ കൂടെ നമുക്ക് വെച്ചിട്ട് നമുക്ക് ആംഗിൾ ഓഫ് ടെസ്റ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി G തന്നിട്ടുണ്ട്, 27 GPa, ദാറ്റ് ഈസ് ഈക്വൽ ടു 27 × 10⁻³ Nm². അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ A. ഇക്വേഷൻ Aയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ടെസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് തീറ്റ കിട്ടും. തീറ്റ വാല്യൂ ഇങ്ങനെ വേണം, 1/2AG ഇൻറ്റു C1Q1 - C12Q2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ്, 0.0104 mm⁻⁻1 എന്ന് കിട്ടും. നമുക്ക് ഗിവൺ ലെങ്ത് തന്നിട്ടുണ്ട്, L is equal to 3 മീറ്റർ. 3 മീറ്റർ എന്ന് പറയുന്നത് 3000 mm. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് θ × L ആണ്. θ × L is equal to
31.204 റേഡിയൻ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിനി മാക്സിമം ഷിയർ സ്ട്രെസ് കൂടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഷിയർ ഫ്ലോ ഇക്വേഷൻ എടുക്കാം. Q is equal to ഷിയർ സ്ട്രെസ്സിൻ്റെ തിക്നെസ് ആണ് ടോ ഇൻറ്റു ടി. ഇപ്പോൾ സെൽ 1 നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സെൽ 1 എന്ന് പറയുമ്പോൾ Q1 വാല്യൂ ടോ 1 ഇൻറ്റു T1 വരും. അതുകൊണ്ട് ടോ 1 എന്ന് പറയുന്നത് Q1/T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 33700.98 Nm² എന്ന് കിട്ടും. അത് സെൽ 2-ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സെൽ 2-ന് Q2 വാല്യൂ ആണ്. Q2 is equal to ടോ 2 ഇൻറ്റു T2. ടോ 2 നമ്മൾ കണ്ടുപിടിക്കുന്നു Q2/T1 ടോ 2 ഇൻറ്റു T1 ആണ് ഇക്വേഷൻ. T1 വാല്യൂ 5 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കിട്ടുന്ന വാല്യൂ 60,661.76 Nm² എന്ന് കിട്ടും സെൽ 2-ന്. ഇനി സെൽ വെബ് പോർഷൻ കൂടെ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ടോ വെബ് എന്ന് പറയുന്നത് Q2 - Q1/T2 ആണ്. വെബിൻ്റെ തിക്നെസ് ആണ് T2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 33,700.97 Nm² എന്ന് കിട്ടും. ഈ മൂന്ന് വാല്യൂം കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ടോ 2 വാല്യൂ ആണ് മാക്സിമം. അത് സെൽ 2-ലുള്ള ഷിയർ സ്ട്രെസ് ആണ് മാക്സിമം. അപ്പോൾ ഷിയർ സ്ട്രെസ് മാക്സിമം വരുന്നത് സെൽ 2-ലാണ്. അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് സെൽ 2-ൽ ടോ മാക്സ് ഈക്വൽ ടു ടോ 2 ഈസ് ഈക്വൽ ടു 60,661.76 Nm² എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനും 6 മാർക്ക്, ആംഗിൾ ടെസ്റ്റ് കണ്ടുപിടിക്കാൻ 4 മാർക്ക്. ഇത് എന്ന് വെച്ചാൽ രണ്ട് കണ്ടുപിടിക്കാനും നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കമ്പൈൻ ചെയ്ത് നമുക്ക് 10 മാർക്ക് കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 12A based on the stress function approach, derive an expression for finding the maximum shear stress on a shaft of elliptical cross section. അപ്പോൾ സ്ട്രെസ് ഫംഗ്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്രാണ്ടൽ സ്ട്രെസ് ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. നമുക്കറിയാം ഇവിടെ ഒരു എലിപ്സിൻ്റെ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ മേജർ ആക്സിസ് 2A മൈനർ ആക്സിസ് 2B ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് എലിപ്സ് x² + y²/b² = 1 എന്നാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രാണ്ടൽ സ്ട്രെസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, x² + y²/b² = 1 എന്ന് പറയുന്ന ഇക്വേഷന് 0 ആക്കി എടുക്കാം. അതിന് എന്ത് ചെയ്യാൻ പറ്റും, 1-നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ട് നമുക്ക് ഒരു കോൺസ്റ്റന്റ് k കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് φ(x) ഡിഫൈൻ ചെയ്തു. φ(x) = k × x²/a² + y²/b² -1 എന്ന ഫോർമാറ്റിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അവിടെ ബൗണ്ടറിയിൽ നമുക്ക് φ = 0 ആയിട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് വാലിഡ് സ്ട്രെസ് ഫംഗ്ഷൻ ആവണമെങ്കിൽ k ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ആൻഡ് y നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. അത് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുന്നു ഫൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നത് 2kx/a² വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ∂2 φ/∂x² ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 2k/a². അത് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ നമ്മൾ y-യും ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ∂2 φ/∂y² കിട്ടുന്നത് 2k/b², ഇക്വേഷൻ നമ്പർ 2. അടുത്തതായിട്ട് നമുക്ക് k വാല്യൂ കണ്ടുപിടിക്കാൻ പോയ്സോൺസ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. പോയ്സോൺ ഇക്വേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ∂2 φ/∂x² + ∂2 φ/∂y² = -2gθ. അപ്പോൾ അതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് k അൺനോൺ ആയിട്ട് എടുത്തിട്ട് k വാല്യൂ കണ്ടുപിടിക്കാം. k = -gθ a²b² + b² എന്ന് കിട്ടും. നമുക്കപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ സ്ട്രെസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടും, k × x²/a² + y²/b² -1-ൽ k-ൻ്റെ വാല്യൂ നമുക്ക് -gθ a²b²/a² + b² എന്ന് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് കമ്പോണൻ്റ് ഓഫ് സ്ട്രെസ് കണ്ടുപിടിക്കാം. കമ്പോണൻ്റ് ഓഫ് സ്ട്രെസ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. τx = ∂φ/∂y ആണ്. ∂φ/∂y വാല്യൂ 2ky/b² ആണ്. k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും -2gθ a²y/a² + b². അതുപോലെ τyz ഡിഫൈൻ ചെയ്യാൻ പറ്റും -∂φ/∂x. k വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2gθ b²y/a² + b². ഈ രണ്ട് റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് റിസൾട്ടൻ്റ് സ്ട്രെസ് കണ്ടുപിടിക്കാം. റിസൾട്ടൻ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് τz = τxz² + τyz². അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും, 2gθ a² + b² b⁴x² + a⁴y². അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഈ b⁴x² + a⁴y² മാക്സിമം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് a²b ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ a²b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടോ മാക്സ് വാല്യൂ 2gθ a²b/a² + b². ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതാണ് മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ.
ഇത് കണ്ടുപിടിക്കുന്നതിന് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്നതിന് ഫുൾ മാർക്ക് നമുക്ക് ലഭിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഫ്രെയിം ഈസ് സബ്ജക്റ്റഡ് ടു എ ലോഡ് പി ആസ് ഷോൺ ഇൻ ഫിഗർ. ദ ലെങ്ത് ഓഫ് ഈച്ച് leg is L. The frame has constant flexure rigidity EI. If the effect of axial load is neglected, find the deflection at point A due to applied load P. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഈ ഫിഗർ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഹൊറിസോണ്ടൽ ലെഗും വെർട്ടിക്കൽ ലെഗും ഉണ്ട്. രണ്ടിൻ്റെയും ലെങ്ത് L ആണ്. പോയിന്റ് എയിലാണ് നമ്മൾ പി ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ആക്സിയൽ ലോഡിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോൾ ആ വെർട്ടിക്കൽ ലെഗിലാണ് ആക്സിയൽ ലോഡിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ട്രെയിൻ എനർജി ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ആക്സിയൽ ലോഡ് നെഗ്ലക്ട് ചെയ്യുന്നു. എന്നിട്ട് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ഡ്യൂ ടു ബെൻഡിങ് ഓഫ് ഹൊറിസോണ്ടൽ ലെഗ് എന്ന് പറയുന്നത് U is equal to 1/2 EI ഇൻ്റഗ്രൽ 0 to L m² dx ആണ്. ഇവിടുത്തെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് P ഇൻറ്റു എക്സ് ആയിട്ട് എടുക്കാം. അതായത് പോയിന്റ് എയിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. എക്സിൻ്റെ വേരിയേഷൻ വരുന്നത് 0 to L ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് P ഇൻറ്റു ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും. പി എക്സ് എന്ന് എടുക്കാൻ പറ്റും മൊമെൻറ്റ്. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഇക്വേഷൻ നമുക്ക് കിട്ടും. അതിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് P² L3/6 EI എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു. ഇനി ഈ ഇക്വേഷനിൽ ഉപയോഗിച്ച് നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ട്രെയിൻ എനർജി ഇൻ ടേംസ് ഓഫ് ലോഡ് ആൻഡ് ഡിഫ്ലക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. U is equal to half of P delta. അത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഈ രണ്ട് വാല്യൂ സ്ട്രെയിൻ എനർജി രണ്ട് വാല്യൂ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ. ഇതിൽ നിന്ന് ഡെൽറ്റ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു PL3 EI. ഇതാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുന്നതിന് 3 മാർക്ക്, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതിന് 2 മാർക്കും ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കാസ്റ്റിഗ്ലിയാനോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തിയറം. ഈ രണ്ട് തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നമുക്ക് 4 മാർക്ക് ലഭിക്കും. നമുക്ക് കാസ്റ്റിഗ്ലിയാനോയുടെ ഫസ്റ്റ് തിയറം നോക്കാം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ട്രെയിൻ എനർജി ഓഫ് എ ബോഡി ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ലോഡ്സ്, മെറ്റീരിയൽ ആൻഡ് ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബോഡി. അതായത് സ്ട്രെയിൻ എനർജിയെ ഡിഫൈൻ ചെയ്തേക്കുന്നത് അപ്ലൈഡ് ലോഡ്, മെറ്റീരിയലും ജോമെട്രി പ്രോപ്പർട്ടിയും വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ഡിഫ്ലക്ഷൻ അറ്റ് ദ പോയിന്റ്സ് ഈസ് ഈക്വൽ ടു ദ ലോഡ് ആക്ടിങ് അറ്റ് ദാറ്റ് പോയിന്റ്. നമ്മൾ ഡിഫ്ലക്ഷൻ വെച്ചിട്ട് സ്ട്രെയിൻ എനർജിയെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇങ്ങനെ പറയാം. ഫോഴ്സ് F1 F2 ആക്ട് ചെയ്യുന്നു 1 2 3 പോയിന്റ് ലിസ്റ്റിൽ. ഇവിടെ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് Δ1 Δ2 ഇങ്ങനെയാണ്. ദെൻ Δu/Δ1 will give F1 and Δu/Δ2 give F2 and so on. ഇതൊന്ന് ജനറൽ. Δu/Δi is equal to Fi. ഇതാണ് കാസ്റ്റിഗ്ലിയാനോ ഫസ്റ്റ് തിയറം. ദെൻ കാസ്റ്റിഗ്ലിയാനോ സെക്കൻഡ് തിയറം എന്താന്ന് നോക്കാം. സെയിം കണ്ടീഷൻ തന്നെയാണ്. സ്ട്രെയിൻ എനർജി ഡിഫൈൻ ചെയ്തേക്കുന്നത് ഫംഗ്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ, അപ്ലൈഡ് ലോഡ്, മെറ്റീരിയൽ, ജോമെട്രിക്കൽ പ്രോപ്പർട്ടി ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് അറ്റ് വൺ ഓഫ് ദ പോയിന്റ്സ് ഈസ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് നമ്മൾ ലോഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ലഭിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് F1 F2 എക്സെട്ര ലോഡ് ആക്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ Δ1 Δ2 ആണ്, എക്സെട്രയാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് കാസ്റ്റിഗ്ലിയാനോ തിയറം പ്രകാരം Δu/Δf1 എന്ന് പറയുന്നത് ആ പോയിന്റിലെ ഡിഫ്ലക്ഷൻ തരും, Δ1 തരും. അതുപോലെ Δu/Δf2 ഈസ് ഈക്വൽ ടു Δ2 ആയിരിക്കും. ഇൻ ജനറൽ Δu/Δfi ഈസ് ഈക്വൽ ടു Δi. ഇതാണ് കാസ്റ്റിഗ്ലിയാനോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തിയറം. എക്സ്പ്ലനേഷൻ വ്യക്തമായി നൽകുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 14.A ഡിഫൈൻ ചെയ്തേക്കുന്നത് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ഫൈൻഡ് ഔട്ട് ദി റിയാക്ഷൻസ് അറ്റ് എ ആൻഡ് ഡി. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നിട്ടുണ്ട്. 2 പോയിന്റിലായിട്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. 50 kN 30 kN ഡിസ്റ്റൻസുകളും തന്നിട്ടുണ്ട്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫിഗർ തന്നേക്കുന്ന പ്രകാരം റിയാക്ഷൻ അറ്റ് പോയിന്റ് എയിൽ നമുക്ക് RA ആയിട്ടും റിയാക്ഷൻ അറ്റ് പോയിന്റ് ഡി RD ആയിട്ട് നമ്മൾ എടുക്കുന്നു. ദെൻ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ്സ് 50 kN ആക്ട് ചെയ്യുന്ന പോയിന്റ് ബിയിലും 30 kN ആക്ട് ചെയ്യുന്ന പോയിന്റ് സി ആയിട്ട് എടുക്കുന്നു. ഇനി നമുക്ക്
എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇവിടെ വിർച്വൽ വർക്കിൽ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഫോഴ്സും കറസ്പോണ്ടിങ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റും ചേർന്നായിരിക്കും നമുക്ക് വിർച്വൽ വർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സം ഓഫ് ആൾ വിർച്വൽ വർക്കിൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്ക് റിയാക്ഷൻ എ കണ്ടുപിടിക്കാനും ബി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന തന്നിരിക്കുന്ന ലോഡിംഗ് കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം ഇതാണ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു ഫൈൻഡ് ഔട്ട് RA, റിയാക്ഷൻ RA കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ബീമിനെ നമ്മൾ വിർച്വലി റൊട്ടേറ്റ് ചെയ്യും. അതായത് വിത്ത് റെസ്പെക്ട് ടു എ നമ്മൾ പോയിന്റ് ഡി ഈ ഫിഗറിൽ കാണുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യും. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ബീം ഇവിടെ ഉണ്ട്. ബീമിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു ഡി പോയിന്റ് എ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിൾ അത് റൊട്ടേറ്റ് ചെയ്ത് മാറുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഡി ആയിട്ട് എടുക്കാം. എന്നിട്ട് ഓരോ പോയിന്റിലെയും എന്ത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെന്ന് നോക്കാം. പോയിന്റ് എയിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ എ. ഇനി പോയിന്റ് ബിയിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ബി, പോയിന്റ് സിയിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ സി. ഇനി ഓരോ പോയിന്റിലും ലോഡുകളുണ്ട്. 50 കിലോ ന്യൂട്ടണും 30 കിലോ ന്യൂട്ടണും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടുത്തെ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തപ്പോൾ ഉള്ള കണ്ടീഷൻ ഒന്നുകൂടെ പറയാം. ഡിയിൽ നമ്മളൊരു റൊട്ടേഷൻ കൊടുത്തു. പോയിന്റ് എ ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു ഡി. ഇങ്ങനെ റൊട്ടേഷൻ കൊടുത്തപ്പം അവിടെ റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഡി ആണ്. കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എ ആണ്. എ പോയിന്റിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ്, ബി പോയിന്റിന് ഡെൽറ്റ ബി ഡിസ്പ്ലേസ്മെന്റ്, സി പോയിന്റ് ഡെൽറ്റ സി ഡിസ്പ്ലേസ്മെന്റ്. ദെൻ ഫോഴ്സുകളും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കണ്ടീഷൻ നോക്കാം. ഇവിടെ ടാൻ തീറ്റ ഡി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡെൽറ്റ ആംഗിൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണല്ലോ. അപ്പോൾ ഓരോ സൈഡ് നോക്കാം. നമുക്ക് ഓരോ ആംഗിൾ നോക്കാം. ഓരോ ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആംഗിൾ വളരെ ചെറുതായത് കൊണ്ട് തന്നെ ടാൻ തീറ്റ ഡി നിയർലി ഈക്വൽ ടു തീറ്റ ഡി ആയിരിക്കും. ഇനി സിഗ്മ ഡെൽറ്റ സി വരുന്ന ട്രയാംഗിൾ നോക്കിയാൽ ഡെൽറ്റ സിയും സി ഡിയും സൈഡായിട്ടുള്ള ട്രയാംഗിൾ നോക്കിയാൽ റിലേഷൻ പ്രകാരം ടാൻ തീറ്റ ഡി എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് ഡെൽറ്റ സി ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഡെൽറ്റ സി ബൈ 2. അടുത്ത എക്സ്പ്രഷനിൽ ഡെൽറ്റ ബി എന്ന് പറയുന്ന റിലേഷനിൽ എന്ത് കിട്ടും? ഡെൽറ്റ ബി കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. ഡെൽറ്റ ബി ബൈ അഡ്ജസൻറ്റ് സൈഡ് 5. ദെൻ ഡെൽറ്റ എ സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽറ്റ എ ബൈ അഡ്ജസൻറ്റ് സൈഡ് 7. അപ്പം ഇങ്ങനെയുള്ള 3 എക്സ്പ്രഷൻ നമുക്ക് കിട്ടാൻ തീറ്റ ഡിക്ക് കിട്ടും, അല്ലെങ്കിൽ തീറ്റ ഡിക്ക് കിട്ടും. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അക്കോർഡിംഗ് ടു വിർച്വൽ വർക്ക് പ്രിൻസിപ്പൾ സിഗ്മ വിർച്വൽ വർക്ക് ഈസ് ഈക്വൽ ടു 0. നമുക്ക് സം എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ RA ഇൻറ്റു ഡെൽറ്റ എ രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി 50 ഇൻറ്റു ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഡെൽറ്റ ബിയും 15 കിലോ ന്യൂട്ടണും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് വരും. -50 ഇൻറ്റു ഡെൽറ്റ ബി. അടുത്ത 30യും ഡെൽറ്റ സിയും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ 30 ഇൻറ്റു ഡെൽറ്റ സി മൈനസ് വാല്യൂ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് ഇനി ഡെൽറ്റ എ, ഡെൽറ്റ ബി, ഡെൽറ്റ സി വാല്യൂ ഇൻ ടേംസ് ഓഫ് തീറ്റ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 RA ഇൻറ്റു 7 തീറ്റ ഡി മൈനസ് 50 ഇൻറ്റു 5 തീറ്റ ഡി മൈനസ് 30 ഇൻറ്റു 2 തീറ്റ ഡി. ഇങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ വരുന്നത്. ഇക്വേഷൻ 1 നോക്കിയാൽ മനസ്സിലാവും. ഡെൽറ്റ എ, ഡെൽറ്റ ബി, ഡെൽറ്റ സി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് RA മാത്രമായിരിക്കും അൺനോൺ. അതിന് മുമ്പ് തീറ്റ ഡി എല്ലായിടത്തുനിന്നും ക്യാൻസൽ ചെയ്ത് പോകും. ശേഷിക്കുന്ന ഡേറ്റ വെച്ച് നമുക്ക് RA കാൽക്കുലേറ്റ് ചെയ്യാം. കിട്ടുന്ന വാല്യൂ 44.28 കിലോ ന്യൂട്ടൺ കിട്ടും. ഇതാണ് RA കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് റിവേഴ്സായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിയാക്ഷൻ അറ്റ് ഡിയും കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ബീം കൺസിഡർ ചെയ്യുന്നു. ബീം കൺസിഡർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് പോയിന്റ് ഡി വിത്ത് റെസ്പെക്ട് ടു എ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ആ ഷോണിൻ ഫിഗറിൽ കാണുന്ന പോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അത് ഇത് കൺസിഡർ ചെയ്യുന്നു. അവിടെ കൺസിഡർ ചെയ്യേണ്ട റിയാക്ഷൻ RD ആണ്. വിത്ത് റെസ്പെക്ട് ടു എ പോയിന്റ് ഡി റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബീം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാറും. അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോയിന്റ് ഡിയിലെ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഡി ആയിരിക്കും. പോയിന്റ് സിയിൽ ഡെൽറ്റ സി ഉണ്ടാവും. പോയിന്റ് ബിയിൽ ഡെൽറ്റ ബി ഉണ്ടാവും ഡിഫ്ലക്ഷൻ. അവിടെ സ്വൈപ്പ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എ ആയിരിക്കും. ഇനി നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. 50 കിലോ ന്യൂട്ടണും 30 കിലോ ന്യൂട്ടണും.
ഇനി നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ടാൻ തീറ്റ എ കൺസിഡർ ചെയ്യാം. ടാൻ തീറ്റ എ കൺസിഡർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയർലി ഈക്വൽ ടു തീറ്റ എ ആയിരിക്കും. അവിടെ ഓരോ ട്രയാങ്കിൾ നോക്കുമ്പോൾ ഡെൽറ്റ ബി അഡ്ജസൻറ്റ് സൈഡ് 2, ഡെൽറ്റ സി ബൈ അഡ്ജസൻറ്റ് സൈഡ് 5, ഡെൽറ്റ ഡി ബൈ അഡ്ജസൻറ്റ് സൈഡ് 7. ഇങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുന്നു. അക്കോർഡിംഗ് ടു വിർച്വൽ വർക്ക് പ്രിൻസിപ്പിൾ സിഗ്മ വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇവിടെ കണ്ടുപിടിക്കാനുള്ള വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഡി ഇൻറ്റു ഡെൽറ്റ ഡി. അവിടെ 30 കിലോ ന്യൂട്ടൺ ഡെൽറ്റ സിയും പരസ്പരം ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പ്രോഡക്റ്റ് മൈനസ് ആയിട്ട് -30 ഇൻറ്റു ഡെൽറ്റ സി. ഫ്രം ഇക്വേഷൻ 1 നമുക്ക് ഡെൽറ്റ ഡി, ഡെൽറ്റ സി, ഡെൽറ്റ ബി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആർ ഡി ഇൻറ്റു 7 തീറ്റ എ മൈനസ് 30 ഇൻറ്റു 5 തീറ്റ എ മൈനസ് 50 ഇൻറ്റു 2 തീറ്റ എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് തീറ്റ എ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആർ ഡി ഈക്വൽ ടു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആർ ഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 100 പ്ലസ് 150/7 ദാറ്റ് ഈസ് ഈക്വൽ ടു 35.71 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആർ ഡി റിയാക്ഷൻ അറ്റ് ഡി വാല്യൂ. രണ്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ റിയാക്ഷൻ അറ്റ് എ കണ്ടുപിടിച്ചതിന് 4 മാർക്കും റിയാക്ഷൻ അറ്റ് ഡി കണ്ടുപിടിച്ചതിന് 4 മാർക്കും ആയിട്ട് കിട്ടും. ടോട്ടൽ 8 മാർക്ക്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാക്സ്വെൽസ് തിയറം. മാക്സ്വെൽ തിയറം എന്ന് പറയുന്നത് റെസിപ്രോക്കൽ തിയറം ആണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സിസ്റ്റം ഓഫ് ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. F1, F2 ആക്ടിംഗ് ഓൺ എ ബോഡി പ്രൊഡ്യൂസസ് ഈക്വിലിബ്രിയം ഡിസ്പ്ലേസ്മെന്റ്സ് Δ1 and Δ2 അറ്റ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സസ്. രണ്ട് പോയിന്റിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു. F1 F2 കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാവും Δ1 Δ2. ഇനി വേറൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. അതായത് F1 ഡാഷ് F2 ഡാഷ് അനദർ സെറ്റ് ഓഫ് ഫോഴ്സസ് ആണ്. സെയിം പോയിന്റ് തന്നെ 1 ഉം 2 ലും തന്നെ ആക്ട് ചെയ്യുന്നു. അവിടെ അത് ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് Δ1 ഡാഷ് Δ2 ഡാഷ് എന്നിങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ റെസിപ്രോക്കൽ തിയറം പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ F1 ഇൻറ്റു Δ1 ഡാഷ് പ്ലസ് F2 ഇൻറ്റു Δ2 ഡാഷ് എക്സെട്ര ദാറ്റ് ഈസ് ഈക്വൽ ടു F1 ഡാഷ് ഇൻറ്റു Δ1 പ്ലസ് F2 ഡാഷ് ഇൻറ്റു Δ2 പ്ലസ് എക്സെട്ര. അതായത് ഫസ്റ്റ് സിസ്റ്റത്തിലെ ഫോഴ്സും സെക്കൻഡ് സിസ്റ്റം കൊണ്ടുവന്ന ഡിസ്പ്ലേസ്മെന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതങ്ങനെ ഒരു സം സീരീസ് എഴുതുന്നതും സെക്കൻഡ് സിസ്റ്റത്തിലെ ഫോഴ്സും ഫസ്റ്റിലെ ഡിസ്പ്ലേസ്മെന്റും എടുത്തിട്ടുള്ള ഒരു സമ്മിന്റെ സീരീസ് എഴുതുന്നതും ഈക്വലാക്കാൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് നമുക്ക് 2 മാർക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയാണ് പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും ടൈമിംഗ് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് മാറി മാറി ക്വസ്റ്റ്യൻസ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഈ പാർട്ട് സിയിലെ മിക്ക ക്വസ്റ്റ്യൻസും പോർഷൻ കവർ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ പാർട്ട് സിയിൽ സെയിൻവെൻ പ്രിൻസിപ്പിൾ, സെയിൻവെൻ മെത്തേഡ്, പ്രാണ്ടൽ മെത്തേഡൊക്കെ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് പാർട്ട് സിയിലെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസിൻ്റെ ഇനി വരുന്ന എക്സാമിലെ പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പാർട്ട് ബിയും പാർട്ട് എയും ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.